ഹലോ ഗായ്സ്. അപ്പം എനിക്ക് ഇന്നൊന്ന് ടൗൺ വരെ പോകണമായിരുന്നു കേട്ടോ. ബത്തേരിക്ക് പോകണം, പനമരത്ത് പോകണം, പിന്നെ മാനന്തവാടി പോകണം. അങ്ങനെ 1, 2 സ്ഥലത്ത് പോകാനുണ്ടേ. അപ്പോൾ രാവിലെ ഇറങ്ങി. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുഞ്ഞൂസിൻ്റെ ലച്ചുവിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ വന്നിട്ട് അവിടെ നമ്മൾ ബസ്സിന് പനമരത്തേക്ക് പോവുകയാണ്. അപ്പോൾ പനമരം എത്തിയിട്ട് നമ്മൾ നേരെ പോകുന്നത് അക്ഷയ സെൻറ്ററിലേക്കാണ്. അവിടെ എനിക്കാണെങ്കിൽ ലച്ചുവിൻ്റെയും അതേപോലെ തന്നെ അല്ലുവിൻ്റെയും പേര് മാറ്റാൻ, എന്ന് വെച്ചാൽ ഇസാമരി ഇസ്രാമരി അതിൽ ഈ ആണ് ഞങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ മാറ്റി ഐ ആക്കാനുണ്ടായിരുന്നു. അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിൻ്റെ ആദ്യം റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലച്ചുവിൻ്റെ അത് കഴിഞ്ഞിട്ട് ആധാറിൽ റെഡിയാക്കാനുണ്ടായിരുന്നു, ആധാറിൽ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റി അവളുടെ അത് രണ്ടും റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ അല്ലൂസിനെ ആധാറിൻ്റെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി അവളെയും കൊണ്ടൊരു ദിവസം പോകണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വലിയ തിരക്കില്ല, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബത്തേരിക്ക് പോവുകയാണ്. ബത്തേരിക്ക് പോകുകയെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബത്തേരി, ഞാൻ വയനാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞെങ്കിലും എനിക്ക് ബത്തേരി അറിയത്തില്ല. ബത്തേരി ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ച്, അവൾക്കും ഈ കോളേജൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അവൾ മാപ്പിലൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൾ കാര്യമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവൾ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നിടത്ത് തന്നെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരു ഓട്ടോയും കൂട്ടിയിട്ട് രാജരാജേശ്വര കോളേജിൽ പോയിട്ടോ. കഴിഞ്ഞ വർഷം ഞാനൊരു ANM കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ എൻ്റെ SSLC ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങാം എന്ന രീതിയിലാണ് പോയത്. എനിക്ക് കഴിഞ്ഞ വർഷമാണെങ്കിൽ പോകാൻ പറ്റിയില്ല, വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നേരെ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ഇല്ല. പിന്നെ വേറെ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്, ടീച്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പിന്നെ നമുക്കതൊക്കെ എടുത്ത് തന്ന് നമ്മൾ അവിടുന്ന് SSLC ബുക്കൊക്കെ കിട്ടി. നേരെ നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് നമുക്ക് കുറച്ച് തൊട്ട് താഴെ തന്നെ നടന്നാൽ മതി. പക്ഷേ എനിക്ക് എങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയില്ല. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിടാൻ പറഞ്ഞു. അവർ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോകേണ്ട മോളെ, ഇവിടെ ഇറങ്ങിയാൽ മതി, എന്നാൽ ബസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. അവിടുന്ന് നമ്മൾ നേരെ ബസ്സിൽ എവിടെയാണ് മാനന്തവാടി വന്നിറങ്ങി കേട്ടോ. മാനന്തവാടിയിലായിരുന്നു നമുക്ക് ആ ബസ് കിട്ടിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ നടന്നു പോവാണ്. എൻ്റെ ഒരു കുഞ്ഞൊരാഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് മാനന്തവാടിക്ക് പോയത്. അപ്പോൾ ആഗ്രഹം നടന്നു. അതെന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല, പിന്നെ ഒരു അവസരത്തിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ചോറും, പിന്നെ എനിക്ക് രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് ചോറ് മതി എന്ന് പറഞ്ഞു. ചോറും പപ്പടവും പിന്നെ സാമ്പാറും മീൻകറിയും മീൻ വറുത്തതും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. ചേച്ചി വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. വെജായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഇറച്ചി മീൻ അങ്ങനത്തെ ഒന്നും ചേച്ചി കൂട്ടൂല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും തുണിയെടുത്തു. ഞാനും ആ ചേച്ചിയും കൂടെ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വരുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ബസ് കിട്ടി. ഞാനിങ്ങ് പോന്നു. അപ്പോൾ ചേച്ചിക്ക് വേറെ വഴി, ഞാൻ വേറെ വഴിയാണ് കേട്ടോ. അങ്ങനെ ഞാനും തുണിയെടുത്തു. ഞാനിങ്ങ് പോന്നു. ചേച്ചി അവിടെ നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചധികം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഇത് 3 സ്ഥലത്തും പോയി വന്നപ്പോൾ തന്നെ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകുന്നതുകൊണ്ട് ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പനമരം എത്തിയിട്ട് നമുക്കിതാ ലച്ചുവിനൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു. അങ്ങനെ കുറേ നോക്കി നമ്മൾ ഇപ്പം കാണിച്ച ആ ഗ്രീൻ തന്നെയാണ് കേട്ടോ എടുത്തത്. അവൾക്കൊരു ചെരുപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കാരണം കുറേ അവൾക്ക് ചെരുപ്പ് വാങ്ങിയിട്ട്. പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ വേറെ ഒരു സ്റ്റുഡിയോയിലും കൂടെ പോകണമായിരുന്നു. അവിടെ പോയിട്ട് നമുക്കൊരു ഫ്രെയിം വാങ്ങാനുണ്ട്. അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ മീനങ്ങാടി ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനവിടെ ചെന്ന് ഇറങ്ങിയ പാടാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ ലച്ചുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഇറങ്ങി ഞാൻ അവരുടെ കൂടെ തന്നെ കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.